മക്കളെ കാർഗിലെ നവാസ് ഷരീഫിന്റെ ചീട്ട് കീറിയ മാതിരി നമ്മളെ മൂരി മൂത്തല്ല ചീട്ട് കീറി. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ വീഡിയോകൾ നീക്കം ചെയ്ത് യൂട്യൂബ്. നേരാണോ? അതെ. എന്നെ കൊല്ല്. വരുമ്പോ എല്ലാ കഷ്ടാളും കൂടെ ഒരുമിച്ച് വരുമെന്ന് പറയത്തില്ല ഗൈസ്. ഉള്ളതാണ് ഗൈസ്, ഉള്ളതാണ്. മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ അടങ്ങിയ 8 വീഡിയോകളാണ് നീക്കം ചെയ്തത്. നമ്മുടെ ഇട്ടവിടത്ത് കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ. എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരെ മുഖത്ത് നോക്കും? ഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്, എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തൊട്ടാൻ. നിയമലംഘനം പ്രദർശിപ്പിച്ചു. അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. ബാങ്കിൽ അക്കൗണ്ട് പിൻവലിക്കും. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO യൂട്യൂബിന് കത്ത് നൽകിയിരുന്നു. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ മാച്ച് ഫിക്സിംഗ്? തുമ്മാ പോയ പടച്ചോനാണ്, പിന്നെ ഞാനില്ല. ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുക്കും. പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തിരിക്കും. സഞ്ജു ടെക്കിക്ക് കൂടുതൽ തിരിച്ചടികൾ നേരിടുകയാണ്. സഞ്ജു ടെക്കിയുടെ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്തിരിക്കുന്നു. ഞാൻ ലോകം ചുറ്റിക്കട്ടുകൊണ്ടിരിക്കണ കണ്ടില്ലേ? ഇനിയിപ്പോ എവിടെ വേണമെങ്കിലും ചുറ്റാം, തന്റെ പണി പോയി. 8 വീഡിയോ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകളാണ് നീക്കം ചെയ്തിരിക്കുന്നത്. അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ യൂട്യൂബിന് കത്ത് നൽകി. ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ? എത്ര പ്രേമഭാജനങ്ങൾ മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. ഇതെന്തൊരു കഷ്ടമാ. തള്ള ചൊല്ലാവാവൽ തലയിഴുക്കനാൻ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. പരിശോധിക്കുകയും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതെവിടുത്തെ ഏർപ്പാടാണ്? ഇവിടുത്തെ ഏർപ്പാട് ഇങ്ങനെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നൈസായിട്ടങ്ങ് ജീവിച്ചു പോയപ്പോഴാണ് അത്യാഗ്രഹം ആപത്താണ്. ഏതായാലും ഈ ഘട്ടത്തിൽ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുകൂടി അത്തരത്തിലൊരു നടപടി ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇനി ഇതിലും വലിയ നാണക്കേട് ഉണ്ടാവുന്നോ ഞങ്ങളുടെ പേടി? ഇതിലും വലുത് ഇനി എന്ത് വരാനാ? മാമയും പോയി, മൈമനയും പോയി, കയ്യിലാണെങ്കിൽ കാശില്ല, കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. പറയരുത്.